വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. റൈസ് നമുക്ക് പല വിധത്തിൽ നമ്മൾ കുറേ കാണിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാനൊരു പച്ച മാങ്ങ വെച്ചിട്ടുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒരു 2 ഗ്ലാസ് അരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങ മതിയാവും. അധികം പുളിയില്ലാത്ത ഏത് തരം മാങ്ങ വേണമെങ്കിലും എടുക്കാം. അധികം പുളിയില്ലാത്ത മാങ്ങ. ഇത് നമുക്ക് തോലൊക്കെ ചെത്തി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് കട്ടിയുള്ള തോലാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തോല് ചെത്തണം. അപ്പം മാങ്ങയുടെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാങ്ങ കൊണ്ട് ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അല്ലേ. അച്ചാറുണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, കറിയിലിടാം. അപ്പോൾ നമുക്കൊന്ന് ഒരു ദിവസം എളുപ്പത്തിൽ നമുക്ക് കറിയൊന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊരു റോ മാംഗോ റൈസ്, പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കുക. അപ്പോൾ തോല് ചെത്തി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ മാങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, കടലപ്പരിപ്പ് ഒക്കെ വേണം, കറിവേപ്പില വേണം, സവാള വേണം, പച്ചമുളക് വേണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇടുമ്പോൾ പറയാം. നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഒരു സവാള വളരെ തിന്നായി സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോറ് വേവിച്ച് വെച്ചതാണ്. ആ ചോറിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, കൂടുതലാവണ്ട. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മളത് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. നമുക്ക് പാകത്തിനുള്ള വേവ് നോക്കണം. ശരിക്കും മുഴുവൻ വേവ് ആക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമ്മളത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. നല്ലൊരു റൈസാണ് കേട്ടോ. പച്ചമാങ്ങ കൊണ്ട് നമ്മൾ ഇങ്ങനെ റൈസ് ഉണ്ടാക്കി നോക്കും എല്ലാവരും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഓരോ ദിവസം മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പെട്ടെന്നായില്ലേ, ഒന്ന് വേഗം മാങ്ങ എരിഞ്ഞ് ചോറ് അവിടെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.